ഡോക്ടർ ആരിഫ് ഹുസൈൻ, ഇവിടെ CPM ആഹ്വാനം ചെയ്ത ഈ സമരമുറയിൽ അവർക്ക് ആശയപരമായ എന്ത് ലക്ഷ്യമാണുള്ളത്? പ്രത്യേകിച്ച് ആഗോളതലത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രതിഫലനം ഇതിലൂടെ സൃഷ്ടിക്കാൻ കഴിയും എന്ന് കരുതുന്നുണ്ടോ? കാരണം MA ബേബിയെ പോലെയുള്ള ഒരു മുതിർന്ന നേതാവ് ഇത്തരത്തിലുള്ള ഒരു സമരമുറ ആഹ്വാനം ചെയ്യുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹം സ്വന്തമായി സ്വകാര്യമായി താൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കുമോ എന്നുള്ളത് ചിന്തിക്കാതിരിക്കാൻ വഴിയില്ല. അപ്പോൾ ഇത് ഏത് രീതിയിലുള്ള സ്വാധീനം ചെലുത്തും എന്നാണ് ഈ സമരമുറ ആഹ്വാനം ചെയ്തതിലൂടെ അദ്ദേഹം പോലും കരുതുന്നത്? കൈരളി TV ഏതായാലും 9 മണി മുതൽ 9:30 വരെ ഓഫാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഏതായാലും ഇദ്ദേഹത്തെ ഒരു 9:07 ആകുമ്പോൾ ഞാനൊന്ന് വിളിക്കുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ ഫോൺ നമ്പറിലേക്ക്. ഇദ്ദേഹം ഫോൺ ഓഫാക്കിയിട്ടുണ്ടോന്നെങ്കിലും എനിക്കൊന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അതൊരു വശത്ത് നിൽക്കട്ടെ. ഇനി ഈ പറഞ്ഞ ഇതിന്റെ ഉദ്ദേശം എന്തായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സത്യത്തിൽ ഇപ്പൊ നമ്മൾ CPM എന്ന് പറയുന്ന ഒരു പാർട്ടിയും അവരുടെ പ്രവർത്തന രീതിയും നമ്മൾ പറയുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് ആദ്യം വരുന്ന എന്താണ്? ബക്കറ്റ് പിരിവാണ്. എന്ന് വെച്ചാൽ പിച്ച എടുക്കുക. ഇതാണ് അവരുടെ പ്രധാനപ്പെട്ട ഹോബി അല്ലെങ്കിൽ അവരുടെ പ്രവർത്തന രീതി എന്ന് പറയുന്നത്. ഈ പറയുന്ന ഗാസയിൽ നടക്കുന്നതും ഈ സാധനം തന്നെ ഒരു യാചക മാഫിയാണ് സത്യത്തിൽ ഈ പറയുന്ന സംഗതി എന്ന് പറയുന്നത്. ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഗാസ എന്ന് പറയുന്ന പ്രദേശത്ത് ഈ ഹമാസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കാലങ്ങളായിട്ടുള്ള ഒരു യാചനയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു യാചക മാഫിയായിട്ട് മാറിയിട്ട് UN മുടിച്ചുകൊണ്ടിരിക്കുകയാണ്. UNRWA എന്ന് പറയുന്ന ഒരു സംഘടന അവിടെ ഉണ്ടാക്കിയിട്ട് അതിന്റെ തൊഴിലാളികൾ പോലും ഈ പറയുന്ന ഒക്ടോബർ 7 പങ്കെടുത്തിരുന്നു. റിപ്പോർട്ട് ഇവിടെ ഉണ്ട്. എന്നിട്ട് അവരെ പിടിച്ച് ഇവിടെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ US അവർ പറഞ്ഞ എന്താണ്? അവിടെ UN കോടതിയിൽ, അതായത് ഞങ്ങൾ UN തൊഴിലാളികളായതുകൊണ്ട് ഞങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി വേണം, ട്രയലിൽ നിന്ന് ഒഴിവാക്കി തരണമെന്നാണ് പറഞ്ഞത്. സാധിക്കില്ല എന്ന് പറഞ്ഞ് അവിടെ നിർത്തി. കോടതി അവിടെ തടയിട്ടു. ഇതാണ് അവിടെ നടക്കുന്നത്. കാരണം ഇതേ UNRWA UN കീഴിലുള്ള UNRWA തൊഴിലാളികളാണ് ഈ ഒക്ടോബർ 7 അവിടെ പോയിട്ട് ഈ അക്രമം മുഴുവൻ കാണിച്ചത്, ഈ ബലാത്സംഗം വരെ ചെയ്തത്. ഇതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഈ ഒരു യാചക മാഫിയ ആയിട്ടുള്ള ഈ ഹമാസ് കൂട്ടവും ഹമാസ് തീവ്രവാദികളും ഈ കേരളത്തിലെ ഈ CPM എന്ന് പറയുന്ന മറ്റൊരു യാചക പാർട്ടിയും ഇത് രണ്ടും കൂടി ചേരുമ്പോൾ ഇതിൽ എന്തായിരിക്കും ഇതിന് ഉദ്ദേശം എന്ന് നിങ്ങൾക്ക് ഇനി കൂടുതൽ ആലോചിക്കണോ? കാരണം ഇവരുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ഈ സമ്പത്തും ഈ പറയുന്ന ആൾബലവും തന്നെയാണ്. ഇത് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ സമ്പത്ത് വേണം, സമ്പത്ത് വേണമെങ്കിൽ ആൾബലം വേണം. അതിനെന്ത് വേണം? ഇത്തരത്തിലുള്ള വ്യാജമായ കെട്ടുകഥകളുടെ പുറത്തുള്ള സാധനങ്ങളെ കെട്ടിപ്പൊക്കി അതിന്റെ പേരിൽ ആളെ കൂട്ടി ഇതേപോലെ പ്രകടനവും നടത്തി ആളെ പറ്റിക്കുക. ഇതാണ് ഇവരുടെ പരിപാടി. അതിനു വേണ്ടിയിട്ട് ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു ഹ്യൂമാനിറ്റേറിയൻ ബോധം ഇവിടെ ഇറക്കി വെക്കുക, ഇറക്കുമതി ചെയ്യുക. അതിനു വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ തപ്പി നടക്കുന്ന ഒരു കൂട്ടമാണ് ഇവർ. ഇവിടെ ഇപ്പോൾ കൊണ്ടുവച്ചിരിക്കുന്നത് എന്താണ്? അക്രമ രാഷ്ട്രീയത്തോട് ഈ പറയുന്ന എന്താണ് ഇതുപോലെ യുദ്ധത്തിൽ ഉണ്ടാവുന്ന പ്രശ്നത്തോടുള്ള ഒരു പ്രതികരണം, ആളുകളെ കൊന്നു തള്ളുന്നതിനോടുള്ള പ്രതികരണം എന്നാണ് പറയുന്നത്. പക്ഷേ ഇതേ ആളുകളാണ്, നേരത്തെ ഞാൻ ചോദിച്ചു, ഉക്രൈനിനൊപ്പം നിൽക്കുന്നതിന് പകരം റഷ്യയോടൊപ്പമാണ് നിന്നത്, ചൈനയോടൊപ്പമാണ് നിന്നത്, ഉയ്ഗൂർ മുസ്ലിങ്ങളോടൊപ്പം നിൽക്കുന്നതിന് പകരം മറ്റുള്ള സംഗതികളിലെല്ലാം ഇവർ നിശബ്ദരായിരുന്നു. ഈ വാർത്തകൾ പോലും അവർ കേട്ടിട്ടില്ല. ഇവിടെ നമ്മൾ പറയുമ്പോൾ ഇസ്രായേൽ ഇത്ര നാളും കൊന്നു തള്ളിയിട്ടുള്ള പാലസ്തീനിയൻസിനെ കണക്കെടുത്താൽ അത് മറ്റുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ യമനിലും അതുപോലെ നമ്മളുടെ അഫ്ഗാനിസ്ഥാനിലും അല്ലെങ്കിൽ സിറിയയിലും കൊല്ലപ്പെട്ടിട്ടുള്ള ആളുകളെ കണക്കെടുത്ത് കഴിഞ്ഞാൽ എത്ര ടൈംസ് വരുമെന്ന് നിങ്ങൾ ആലോചിക്കുക. അവിടെ നമ്മൾ ആലോചിക്കേണ്ടത് അത് ടാർഗറ്റഡ് ആയിട്ടുള്ള കില്ലിംഗ് ആണ്, ജനോസൈഡാണ് പലയിടത്തും നടത്തിയിരിക്കുന്നത്. ഇസ്രായേൽ അതല്ല. ഇവിടെ നിങ്ങൾക്ക് വേർതിരിക്കാൻ പോലും കഴിയില്ല, ആരാണ് ഹമാസ് ആരാണ് സിവിലിയൻ എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിൽ നടക്കുന്ന ഒരു സംഗതിയാണ് ഇവിടെ എടുത്തു വെച്ചിട്ട് ഇതുപോലെ കമ്പയർ ചെയ്യുന്നത്. മാത്രമല്ല ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടത് എന്താണ്? ഈ കണക്കുകൾ പോലും തിരുത്തപ്പെടുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അതും ഇവിടെ ഇരിക്കുകയാണ്. ഇത്തരം കണക്കുകൾ പറഞ്ഞുകൊണ്ട് ഇത്തരം വാദങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ഇനി ഇത് ചോദിക്കുമ്പോൾ ഇവർ പറയുന്നത് എന്താണ്? ഇത് ഞങ്ങളൊരു ആശയം മുന്നോട്ട് വെച്ചു, അത് നിങ്ങൾ എടുക്കുകയോ എടുക്കാതിരിക്കുകയോ ചെയ്തോട്ടെ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ നിങ്ങൾ ഈ മണ്ടൻ വാദങ്ങളാണോ മുന്നോട്ട് വെക്കുക? ഇത്രയുള്ളോ നിങ്ങളുടെ ഈ CPM ബുദ്ധി രാക്ഷസന്മാർ മുന്നോട്ട് വെക്കുന്ന വാദങ്ങൾ? ഇതാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങളിത് നിങ്ങളുടെ സ്വന്തം കുഴിയാണ് തോണ്ടുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിക്കുന്നുണ്ടോ? ഈ പറയുന്ന സെലക്റ്റീവായിട്ടുള്ള ഈ റെസ്പോൺസസ് അല്ലെങ്കിൽ സെലക്റ്റീവായിട്ടുള്ള ഈ പ്രൊട്ടസ്റ്റിംഗ് എന്ന് പറയുന്നത് സത്യത്തിൽ നിങ്ങളുടെ കുഴിയാണ് തോണ്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങൾ ഇനിയെങ്കിലും തിരിച്ചറിയുന്നുണ്ടോന്നാണ് നമ്മൾ ചോദിക്കുന്നത്. നിങ്ങൾ മാനവിക സ്നേഹമാണ് ഉറ്റി നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എല്ലായിടത്തും നിങ്ങൾക്ക് കാണിക്കാൻ സാധിക്കണം. അല്ലെങ്കിൽ വിഷയത്തിലുള്ള പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഈ വിഷയത്തിൽ തന്നെ പലതവണ ഇസ്രായേൽ പറഞ്ഞു കഴിഞ്ഞ കാര്യമല്ലേ, നിങ്ങളെ ബന്ദികളെ വിടൂ, യുദ്ധം അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞു, അവര് പച്ചയ്ക്കാണ് അവരെ വിളിച്ചത് സൺസ് ഓഫ് ഡോഗ്സ് എന്ന് വിളിച്ചത്. മലയാളത്തിൽ പറഞ്ഞ പ്രശ്നമാണ്, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. എന്നാലും വേണമെങ്കിൽ നമുക്ക് പറയാം, നായിൻ്റെ മക്കളെ തന്നെ വിളിച്ചത് പച്ചയ്ക്ക് പറഞ്ഞാൽ. അതാരാ വിളിച്ചത്? വെസ്റ്റ് ബാങ്കിൽ ഇരിക്കുന്ന ഈ ആളുകൾ. അപ്പോൾ അവരും പലസ്തീനിയൻസ് തന്നെയല്ലേ. അപ്പോൾ അവിടെ അവർക്കില്ലാത്ത സ്നേഹമാണ് ഈ പറയുന്ന ഹമാസിനോട് നിങ്ങൾക്കുള്ളത് എന്ന് വരുമ്പോൾ സൗദി അറേബ്യ ലാസ്റ്റ് പറഞ്ഞ എന്താണ്? ഈ ഗാസയിൽ നിന്നും ഹമാസ് ആയുധം വെച്ച് അവർ അധികാരത്തിൽ നിന്ന് ഒഴിഞ്ഞാൽ മാത്രമാണ് ബാക്കിയുള്ള കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുള്ളൂ എന്ന് സൗദി അറേബ്യ പോലും പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഈ പറയുന്ന സാധനം ചെയ്യുന്നത്? നിങ്ങൾ ഇനിയെങ്കിലും ചോദിക്കുക.
ഇതാണ് സ്വയം ചോദിക്കേണ്ടതെന്നാണ് ഞാൻ പറയാം. ഇത് നിങ്ങളുടെ കള്ളി മുഴുവൻ വെളിച്ചത്തായി, നിങ്ങളൊരു നീലക്കുറുക്കനാണ് എന്നുള്ളത് ഇവിടെ നാട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതിനാണ് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ നില ഉറപ്പിക്കാനും അവർക്ക് സമ്പത്ത് കണ്ടെത്താനും വേണ്ടിയിട്ടുള്ള ഒരു കുറുക്ക് വഴി മാത്രമാണ്. അത് തന്നെയാണ് ഹമാസും ചെയ്യുന്നത്, അത് തന്നെയാണ് CPM ചെയ്യുന്നത്. രണ്ടും പിച്ചെടുക്കൽ തന്നെയാണ്, യാചന തന്നെയാണ് നടത്തുന്നത്. ഇത് രണ്ടും ഒരു യാചക മാഫിയാണെന്ന് പറയേണ്ടി വരുന്നത് അതുകൊണ്ട് തന്നെയാണ്.